പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഒരല്പസമയം കൂടി. അടുത്തത് ദുനിയാവും അതിന്റെ ഫിത്നകളുമാണ്. അത് നമ്മുടെ ഈമാൻ കുറച്ചു കളയും. വളരെ ശ്രദ്ധിക്കുക. ദുനിയാവിന്റെ കെണിയിൽ പെട്ടുപോകാതിരിക്കാൻ രണ്ട് കാര്യങ്ങൾ ആലോചിക്കുക. ഒന്ന്, ദുനിയാവ് എത്ര നശ്വരമാണ്, എത്ര വേഗമാണ് ഇത് തീർന്നുകൊണ്ടിരിക്കുന്നത്, എത്ര വേഗമാണ് ദിവസങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാകെ കുറച്ചേ ഉള്ളൂ. അതിൽ നമുക്ക് കിട്ടിയത് വളരെ കുറച്ചാണ്. അതിൽ ഇനി ബാക്കിയുള്ളത് അതിനേക്കാൾ കുറച്ചാണ്. ഇനി നമുക്കതിൽ ബാക്കിയുള്ളത് അതിനേക്കാൾ കുറവാണ്. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒന്ന് പറയുകയുണ്ടായി, അദ്ദുനിയ മൽഊന മൽഊനതു മാ ഫീഹാ ഇല്ലാ ദിക്റല്ലാഹ് വമാ വാലാഹ് ഔ ആലിമൻ ഔ മുതഅല്ലിമൻ. ഈ ദുനിയാവ് എന്നത് ശപിക്കപ്പെട്ടതാണ്, അതിലുള്ളതും ഇല്ലാ ദിക്റല്ലാഹ്, അല്ലാഹുവിന്റെ ദിക്ർ ഒഴികെ, അതുമായി ബന്ധപ്പെട്ടതൊഴികെ, ഔ ആലിമൻ ഔ മുതഅല്ലിമൻ, അല്ലെങ്കിൽ ഒരു പണ്ഡിതനും ഒരു വിദ്യാർത്ഥിയും, മതം പഠിക്കുന്ന ദീൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയും ഒഴികെ. അതുകൊണ്ട് ഈ ദുനിയാവ് നമ്മെ വഞ്ചിച്ചു കളയരുത്. ഇതിനെപ്പറ്റി ചിലർ പറഞ്ഞത് കാണാം, ഇത് ചില സ്ത്രീകളെ പോലെയാണ് എന്ന്. അതിന്റെ പിന്നാലെ പോയാൽ നീ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും, പക്ഷെ നീ അതിനെ അവഗണിച്ചാൽ നിന്റെ പിന്നാലെ വരും എന്ന് പറഞ്ഞത് കാണാം. വളരെ വളരെ ശ്രദ്ധിക്കുക. അത് നമ്മെ അടിമകളാക്കരുത്. മറിച്ച് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, നീ ആഖിറത്തിലേക്ക് സഞ്ചരിക്കാൻ, നിനക്ക് കയറി സഞ്ചരിക്കാനുള്ള ഒരു കഴുതയെ നീ എങ്ങനെയാണ് കാണുന്നത്, അതുപോലെ നീ അതിനെ കാണുക. അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തും എന്തിനു വേണ്ടി? പരലോകത്തേക്കുള്ള യാത്രയിൽ. പക്ഷെ അത് നമ്മെ അടിമയാക്കി കളയരുത്. ദുനിയാവ് നമ്മെ അതിന്റെ അടിമയാക്കി, നീ അതിന്റെ അടിമയാകരുത്. കാരണം അള്ളാഹു അതിന് യാതൊരു വിലയും കൊടുത്തിട്ടില്ല. റബ്ബ് വില കൊടുക്കാത്തതിന് നീ അതിന്റെ വിലയല്ലാതെ കൊടുക്കരുത്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനൊരു ഈച്ചയുടെ ചിറകിന്റെ വില കൊടുത്തിരുന്നുവെങ്കിൽ ഈ ദുനിയാവിൽ ഒരു കാഫർ ഒരു തുള്ളി വെള്ളം കുടിക്കുമായിരുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അതുകൊണ്ടാണ് ഇവിടെ മുഅ്മിനീങ്ങൾ പ്രയാസപ്പെടുന്നത്. അള്ളാഹുവിനെ ആരാധിക്കുന്ന, അവനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ കൊല്ലപ്പെടുന്നു, അവർ കെട്ടിടങ്ങൾക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്നു, അവർ പ്രയാസപ്പെടുന്നു, അവർ പീഡിപ്പിക്കപ്പെടുന്നു, നാടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. എന്തുകൊണ്ട്? അള്ളാഹു ഈ ദുനിയാവിൽ അത്രേ വില കൊടുത്തിട്ടുള്ളൂ. ആ കാരണം മനസ്സിലാക്കിയാൽ ധാരാളം പ്രശ്നങ്ങളിൽ നിന്ന്, ധാരാളം പ്രയാസങ്ങളിൽ നിന്ന്, നമുക്ക് ധാരാളം വേവലാതികളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അള്ളാഹു ഇതിന് അത്രേ വില കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെയുള്ള നേട്ടവും വിജയവും, ഇവിടെയുള്ള സമ്പത്തും, ഇവിടെയുള്ള ആരോഗ്യം, ഇവിടെയുള്ള അധികാരവും എല്ലാമാണെന്ന് വിചാരിക്കരുത്. ഇവിടെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പരീക്ഷണമാണ്. ഇവിടെ രാജാവായിരുന്നവന് പരലോകത്ത് വരും, അടിമയായിരുന്നവന് പരലോകത്ത് വരും. അക്രമിയും അള്ളാഹുവിങ്കൽ വരും, ആക്രമിക്കപ്പെട്ടവൻ റബ്ബിങ്കൽ വരും. അവിടെയാണ് തീരുമാനം, അവിടെയാണ്, പരലോകത്താണ്. അതുകൊണ്ട് അള്ളാഹു വില നൽകിയതിന് നീ അതിനപ്പുറത്തെ വില കൊടുക്കരുത്. രണ്ടാമത്തെ കാര്യം, പരലോകത്തെ കുറിച്ച് ആലോചിക്കുക. അതെത്ര വലുതാണ്, അതൊരിക്കലും അവസാനിക്കാത്തതാണ്. ഈ രണ്ട് കാര്യങ്ങൾ ചിന്തിച്ചാൽ ദുനിയാവിന്റെ അടിമയായി പോകുന്നതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഈസ അബ്ദുദ് ദീനാർ, തഈസ അബ്ദുദ് ദുനിയ, തഈസ അബ്ദുദ് ദീനാർ, തഈസ അബ്ദുദ് ദിർഹം. ദീനാറിന്റെയും ദിർഹമിന്റെയും അടിമയായവൻ തുലഞ്ഞു പോകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക.